നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നല്ലൊരു ദിനമായിരുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ ഒരു തെറ്റിൽ നിന്നും, അതായത് ചെയ്യാത്ത തെറ്റിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്. കാരണം ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നത് വർക്ക് പ്ലേസിലാവാം, നമ്മുടെ ഫാമിലീസിലാവാം. നമ്മൾ എങ്ങനെയാണ് നമ്മളിതിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും കമൻസ് ബോക്സിൽ വന്ന് കമൻസ് തരാൻ പറ്റും. കാരണം എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഇതൊരു വലിയൊരു വിഷയമാണ്. കാരണം നമ്മൾ തെറ്റ് ചെയ്യാണ്ട് നമുക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, നമ്മളത് പ്രൂവ് ചെയ്യണമെന്നില്ല അല്ലേ. പക്ഷേ ചിലവരുണ്ട്, നമ്മൾ നിരന്തരം നമ്മൾ തെറ്റുകാരല്ലെങ്കിൽ പോലും തെറ്റുകാരാക്കി നമ്മൾ അത് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് വലിയൊരു ക്രൈമാണ്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ക്രൈമാണ്. പിന്നെ അത് ഈ പറയുന്ന സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് നമ്മൾ പഴയ കാര്യങ്ങൾ എടുത്തിടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ഇത് കുട്ടികളിലായാലും മുതിർന്നവരായിരുന്നാലും നമ്മൾക്ക്, അല്ലെങ്കിൽ അത്രയ്ക്കും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ആരും ഉണ്ടാകത്തില്ല. നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റൂ. എഴുന്നേൽക്കുക, ബേബി സ്റ്റെപ്സ് എടുക്കുക, പടി ചവിട്ടി പോയി നമ്മളത് എങ്ങനെയാണ് നമ്മൾ അത്ര ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, കൊലാബറേറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെയും നമ്മൾക്ക് ഈ പറയുന്ന കൊണ്ട് നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ള ഒരു പ്രിപ്പറേറ്ററി മൈൻഡിലൂടെ വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ എങ്ങനെയാണ് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് ഓൾവേസ് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അത് വളരെ ശരിയാണ്. ടോൺസ് ഉണ്ടാവും, നമുക്കത് മുള്ളുകൾ പ്രിക്ക് ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇല വന്ന് മുള്ളിൽ കൊണ്ടാലും മുള്ള് വന്ന് ഇലയിൽ കൊണ്ടാലും ഇലയ്ക്കാണ് കേട്. ഈ ആസ്വദിച്ച് പോകുന്നവരങ്ങ് പോവും. നമ്മൾ അതൊരു ഫാക്റ്റാണ്. പ്രത്യേകിച്ച് മെൻ സൈക്കോളജിക്കലാണെന്നുണ്ടെങ്കിൽ മിക്ക മെന്നും അങ്ങനെ തന്നെയാണ്. ഈവൻ ഇൻ റൈറ്റൽ ലൈഫ് അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അവളെ ശരിക്കും പറഞ്ഞാൽ അവളെ ആസ്വദിച്ച് ഒരു 10%, ഒരു 5% ആൾക്കാർ മാത്രം കാണും അങ്ങനെ ചെയ്യാത്തവർ. ബാക്കി 5% അവളെ ആസ്വദിച്ച് അവളെ ചണ്ടിയാക്കി, അവളെ അങ്ങ് വൃത്തിയേടാക്കി, അവളെ മാക്സിമം എല്ലാം എടുത്തിട്ട് ശേഷമായിരിക്കും അവളെ വെറുതെ ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുവിടുന്നത്. അത്തരം ആൾക്കാരിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് മോചനം നേടുന്നത്? നമ്മൾ എങ്ങനെയാണ് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്, ഏതൊരു ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ഏതൊരു ഗൈഡൻസ് മെൻറ്ററിനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന് ആലോചിച്ച് വെക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ നല്ല ഒരു രീതിയിൽ നല്ലൊരു വൈബിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അത് മാറാൻ ഉള്ള ചാൻസസ് കൊടുക്കാതെ ഈ പറയുന്ന പോസിറ്റിവിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള എല്ലാ പ്രിക്കോഷൻസും, എല്ലാ തരത്തിലുമുള്ള എല്ലാ പ്രിവെൻഷൻസും നമ്മൾ എടുത്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീഴ്ചകളിലൂടെ മറ്റുള്ളവരുടെ വീഴ്ചയായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു പരാജയമായി തീരുന്നത്. അതൊന്നും നമ്മൾ ഭാവിക്കാതെ നമ്മൾക്ക് ഈ പറയുന്ന കൂട്ട് നല്ല രീതിയിൽ ഒരു 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 അബ്യൂസീവ് വൾഗാരിറ്റി മെൻറ്റാലിറ്റി ഇല്ലാതെ പോകണം. അതാണ് നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 101% സക്സസ്ഫുൾ ആയിരിക്കും. കാരണം എൻ്റെ അനുഭവം വെച്ച് പറയുവാണ്, അതായിരിക്കും. പിന്നെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും അത് മാത്രമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്ക് കരുതലും സംരക്ഷണവും ഇല്ലാതാവുമ്പോൾ, വേണ്ടാന്ന് വയ്ക്കുമ്പോഴത്തേക്കും അത് നമ്മൾക്ക് വരുന്നത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിക്കാർ നമ്മളെ ഇല്ലാതാക്കുമ്പോഴാണ് അത് എൻ്റെ ഒരു കണ്ടെത്തൽ വരുന്നത്. നമ്മൾ അനാഥരായി പോകുന്നത്. അവിടെ നമ്മൾ ഒറ്റയ്ക്കാവും, നമ്മൾക്ക് പിടിച്ച് നിൽക്കാനേ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ഈസ് എൻഡിങ്. സോ ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക് ഒരിക്കലും ഒരു നെഗറ്റീവ് വൈബായിട്ട് പോകരുത്, പോസിറ്റിവിറ്റി ആയിട്ട് എടുത്തേ പറ്റൂ. കാരണം ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ഫാക്റ്റാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പ്ലോറേഷനിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ
ചിലപ്പോൾ ആയിരിക്കില്ല മറ്റുള്ളവർ. നമ്മൾക്ക് അവരെ കൊണ്ട് ആൻസറബിൾ ആക്കാനും പറ്റില്ല. സോ നമുക്കിതെല്ലാം ദൈവം തരുന്നത് ദൈവം തന്നെ എടുത്തു എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇനി മുന്നോട്ടുള്ള യാത്ര അങ്ങനെയാണ് എന്നൊരു തോട്ടിലൂടെ നമുക്ക് പോകാനേ പറ്റും. സോ ഇന്നത്തെ ഒരു ടോപ്പിക് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ നേരുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ഒരു പരിഹാസത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വിമർശനത്തിലൂടെയോ നമ്മളുടെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കാനുള്ള അനുഗ്രഹം സർവേശ്വരൻ തരട്ടെ. നമസ്കാരം. നമസ്തേ.